നമസ്കാരം. പുറമേ കാണുമ്പോൾ ശാന്തമെന്ന് നാം വിശ്വസിക്കുന്ന കടലിന്റെ ആഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളുമാണ്. മാരകമായൊരു ഭീഷണി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്ന് ഏത് നിമിഷവും സംഭവിച്ചേക്കാമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നാഷണൽ അക്കാദമി ഓഫ് സയൻസിന്റെ അതായത് PNASന്റെ പ്രസിദ്ധീകരിച്ച പുതിയ പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ വടക്ക് പടിഞ്ഞാറൻ തീരത്ത് വടക്കൻ കാലിഫോർണിയ മുതൽ കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ വരെ ഏകദേശം 800 മൈലുകളിലധികം നീളുന്ന ഒരു ഭീമാകാരമായ ഭൂഗർഭ വിള്ളലുണ്ട്. ഇതാണ് കാസ്കേഡിയ സബ്ഡക്ഷൻ സോൺ. ഭൂമിയുടെ ഫലകങ്ങൾ പരസ്പരം ഉരസുന്ന ഒരു പ്രദേശമാണ് ഇത്. സാധാരണയായി ഈ ഫലകങ്ങൾ നിരന്തരം ചെറുചലനങ്ങൾ വഴി സമ്മർദ്ദം പുറത്തുവിടാറുണ്ട്. എന്നാൽ കാസ്കേഡിയ സോൺ കഴിഞ്ഞ 300 വർഷമായി നിശബ്ദമായി ഉറങ്ങുകയാണ്. ഇതിനർത്ഥം ഫലകങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം അടിഞ്ഞുകൂടിയിട്ടുണ്ട് എന്നാണ്. ഈ ഭീമൻ ഒടുവിൽ ഉണരുമ്പോൾ സംഭവിക്കുന്നത് അതിശക്തമായ ഒരു ഭൂകമ്പമായിരിക്കും. റിക്ടർ സ്കെയിലിൽ 9 അതിലധികമോ തീവ്രത രേഖപ്പെടുത്താൻ സാധ്യതയുള്ള ഈ ഭൂകമ്പം കടലിൻ്റെ അടിത്തട്ടിൽ ഭീകരമായ ചലനങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നാലെ 100 അടി വരെ ഉയരമുള്ള ഭീമാകാരമായ ഡോംസ് ഡേ സുനാമി ആഞ്ഞടിക്കുമെന്ന ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പുണ്ട്. ഈ ദുരന്തം ലക്ഷക്കണക്കിന് ജീവൻ എടുക്കുകയും തീരപ്രദേശങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കുകയും ചെയ്തേക്കാം. പസഫിക് നോർത്ത് വെസ്റ്റേൺ മേഖലയിലെ പ്രധാന നഗരങ്ങളായ സിയാറ്റിൽ, പോർട്ട്ലാൻഡ്, വാങ്കൂവർ എന്നിവിടങ്ങളെല്ലാം ഈ ഭീഷണിയുടെ നിഴലിലാണ്. പുതിയ പഠനം ഞെട്ടിക്കുന്ന മറ്റൊരു വിവരം കൂടി നൽകുകയാണ് നമുക്ക്. ഒരു വലിയ ഭൂകമ്പം ഉണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഭൂമി 0.5 മുതൽ 2 മീറ്റർ വരെ താഴോട്ട് പോകും എന്ന്. അതായത് ഭൂകമ്പം തീരുന്നതിന് മുൻപ് തന്നെ തീരപ്രദേശങ്ങൾ കടലിലേക്ക് താഴ്ന്നു പോകാൻ തുടങ്ങുമെന്ന് ഇത് അർത്ഥമാക്കുന്നു. ഇത് സമുദ്രനിരപ്പ് വൻതോതിൽ ഉയർത്തുകയും വെള്ളപ്പൊക്ക സാധ്യത ഭീകരമായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ പ്രതിഭാസം സുനാമി തിരമാലകളുടെ ആഘാതം വർദ്ധിപ്പിക്കും. ഇതൊരു ഇരട്ട ഭീഷണിയാണ്. സുനാമി തിരമാലകൾ നേരിട്ട് നാശം വിതയ്ക്കുമ്പോൾ ഭൂമി താഴുന്നത് താഴ്ന്ന പ്രദേശങ്ങളെ എന്നേക്കുമായി വെള്ളത്തിനടിയിലാക്കാൻ സാധ്യതയുണ്ട്. ദുരന്തം അതിവേഗത്തിൽ സംഭവിക്കും എന്നതിനാൽ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ പോലും വെല്ലുവിളിയാകുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ ഭൂകമ്പ സാധ്യതാ മേഖലയിലെ ഭൂമിശാസ്ത്രം വളരെ സങ്കീർണമാണ്. വാഷിംഗ്ടൺ, ഒറിഗോൺ, വടക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലെ ചില തീരപ്രദേശങ്ങൾ ഭൂഗർഭ ചലനങ്ങൾ കാരണം സാവധാനം ഉയർന്നു പൊങ്ങുമ്പോൾ മറ്റ് ചില പ്രദേശങ്ങൾ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് വടക്കൻ കാലിഫോർണിയയിലെ ഹംബോൾട്ട് ബേ താഴ്ന്നു പോകുന്ന ഒരു പ്രധാന മേഖലയാണ്. 2030 ഹംബോൾട്ട് ബേയിൽ സമുദ്രനിരപ്പ് കരയ്ക്ക് താങ്ങാനാകുന്നതിലും വേഗത്തിൽ ഉയരുമെന്നും 2100 ആകുമ്പോഴേക്കും 40 മുതൽ 90 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് വർദ്ധിക്കാമെന്നും ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ഈ പ്രദേശങ്ങളിൽ സ്ഥിരമായ വെള്ളപ്പൊക്കത്തിനും തീരദേശ ശോഷണത്തിനും കാരണമാകും. ഈ പ്രകൃതി ദുരന്ത ഭീഷണിക്ക് അടിയന്തര ശ്രദ്ധയും ആസൂത്രണവും ആവശ്യമാണ് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഈ ഭീകര സുനാമിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സഹായനാണെന്ന് ഈ പഠനം ഓർമ്മിപ്പിക്കുകയാണ്. വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതും അനിവാര്യമാണ്. തീരദേശവാസികളെയും പൊതുജനങ്ങളെയും ഈ ഭീഷണിയെക്കുറിച്ച് ബോധവൽക്കരിക്കുക, അതിവേഗം മുന്നറിയിപ്പ് നൽകാനും ആളുകളെ ഒഴിപ്പിക്കാനും കഴിയുന്ന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, കെട്ടിട നിർമ്മാണ മാനദണ്ഡങ്ങളിൽ മാറ്റം കൊണ്ടുവരിക, ഒരു ദുരന്തമുണ്ടായാൽ സുരക്ഷിതമായ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറാനുള്ള വ്യക്തമായ വഴികളും പരിശീലനം നൽകുക എന്നതൊക്കെയാണത്. സാങ്കേതിക വിദ്യയിലും സൈനിക ശക്തിയിലും ലോകത്ത് മുന്നിട്ട് നിൽക്കുന്ന അമേരിക്ക അടുത്തിടെ സംഭവിച്ച ദുരന്തങ്ങളിലെല്ലാം നിസ്സഹായരാകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മിഡ് വെസ്റ്റേൺ സംസ്ഥാനങ്ങളെ തകർത്ത ചുഴലിക്കാറ്റുകൾ, അതിശക്തമായ കൊടുങ്കാറ്റുകൾ, കാലിഫോർണിയ വിഴുങ്ങിയ കാട്ടുതീ, കിഴക്കൻ തീരങ്ങളെയും തെക്കൻ സംസ്ഥാനങ്ങളെയും മുഖ്യ പ്രളയങ്ങൾ എന്നിവയെല്ലാം ഇതിന് ചില ഉദാഹരണങ്ങൾ മാത്രം. ഒരുപാട് മനുഷ്യരുടെ ജീവനും സ്വത്തിനുമൊപ്പം ആ രാജ്യത്തിന് കോടിക്കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങൾ കൂടി വരുത്തി വെച്ചാണ് ഈ ദുരന്തങ്ങളെല്ലാം കടന്നുപോയതെന്ന് ഓർക്കുക. ചെറിയ പ്രകൃതി ദുരന്തങ്ങളെ തടയാനോ പൂർണ്ണമായി അതിജീവിക്കാനോ പോലും അമേരിക്കയ്ക്ക് സാധിക്കില്ല എന്ന ഈ സംഭവങ്ങളെല്ലാം തന്നെ അടിവരയിടുന്നുണ്ട്. അതായത് പ്രകൃതിക്ക് മുന്നിൽ സാമ്പത്തികമോ സൈനികമോ ആയ ശക്തിയാണെങ്കിൽ പോലും സ്ഥാനമില്ല എന്ന് വീണ്ടും ഇത് ഓർമ്മിപ്പിക്കുകയാണ്.